ഇവിടെ ഇയാൾ അയാളുടെ ഭാര്യയുടെ ബ്രേസ്ലെറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് എറിഞ്ഞതും പിന്നീട് പരിഭ്രാന്താകാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ ജനലിലൂടെ താഴേക്ക് ചാടി. അവൻ ഞെട്ടലിൽ മുട്ടുകുത്തി വീണ് ഭാര്യയെ നഷ്ടപ്പെടുമോ എന്നുള്ള അഗാധമായ ഭയം കൊണ്ട് സഹായത്തിനായി നിലവിളിച്ചു. ഒടുവിൽ അവന് തന്നെ മനസ്സിലായി, അവൻ ഇപ്പോഴും അവളെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ അവൻ അവളെ നിരാശയിലേക്കാണ് ഇത്രനാളും തള്ളിവിട്ടത്. കോളേജിൽ പഠിക്കുമ്പോൾ അവർ അഗാധമായ പ്രണയത്തിലായിരുന്നു. അവർ വിവാഹിതരാകാൻ പോകുന്ന ടൈമിലാണ് ഒരു കുട്ടിയും ജനിക്കാൻ പോകുന്ന കാര്യം അറിയുന്നത്. പക്ഷേ ഒരു അപകടം കാരണം എല്ലാം മാറി മറിഞ്ഞു. അവളുടെ പാരൻസ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നിടയിൽ ഇടിച്ചു കയറി അവൻ്റെ പാരൻസിനെയും സഹോദരിയെയും കൊന്നു. അവൻ്റെ കൈകളിലായിരുന്നു അവർ മരിച്ചിരുന്നത്. അവനത് നേരിൽ തന്നെ കണ്ടു. വിവാഹം തൽക്ഷണം ഒരു ശവസംസ്കാര ചടങ്ങായി മാറി. അന്നു മുതൽ അവളുടെ മാതാപിതാക്കളെ വെറുപ്പോടെയാണ് അയാൾ ജയിലിൽ അടച്ചത്. പക്ഷേ അയാൾ ഇപ്പോഴും അവളെ വിവാഹം കഴിച്ച് വീട്ടിലാണ് താമസിപ്പിക്കുന്നത്. അവൾ അവനോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ ആൾക്കാരുകൾ അവളെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. ഒരു ദിവസം നിലത്ത് തള്ളിയിട്ടതും അന്ന് അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. 5 വർഷത്തോളം അവൻ അവളെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. അവരുടെ വിവാഹ വാർഷിക ദിനത്തിൽ തന്നെയാണ് അവൻ്റെ മാതാപിതാക്കളുടെ മരണ ദിവസം. സോ അയാൾ അന്ന് 9 കപ്പ് മദ്യമായിരിക്കും കുടിച്ചു തീർക്കുക. എന്നാൽ ഇവൾക്കും ഇപ്പോഴും കുറ്റബോധം തന്നെയായിരുന്നു. അവളെ കൂടുതൽ വേദനിപ്പിക്കാൻ വേണ്ടി അയാൾ ഒരു ലേഡിയുമായി കൂട്ടുകൂടി. അത് അയാളുടെ ഭാര്യ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ. അയാൾ ഭാര്യയെ ഒരു വൈൻ ഗ്ലാസ് വെച്ച് തലയിൽ പൊട്ടിച്ചു. ഭാര്യയെ കൂടുതൽ വേദനിപ്പിക്കാനായി ആ ലേഡി കൂടുതൽ കെയർ ചെയ്തു. ഭർത്താവിനെ മാറ്റിയെടുക്കാൻ അവൾ പലതും നോക്കിയിട്ടും അവളോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് പറയുന്നത്. അയാൾക്ക് അവളോട് വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കൊരിക്കലും അവൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെടാനേ കഴിഞ്ഞില്ല. ആ ലേഡി അവളെ വെറുപ്പിക്കാൻ വേണ്ടി ഭാര്യയുടെ കാറിന് മുന്നിൽ ചാടി. ഇത് കണ്ടാൽ ഭാര്യ കൂടുതൽ വെറുത്തു. അന്ന് തൻ്റെ പാരൻസ് കൊന്നതുപോലെ അവളെയും കൊല്ലാനായി നോക്കുകയാണോ എന്ന് പറഞ്ഞ് ആരോപിച്ചു. അപ്പോൾ ഡോക്ടർ വന്ന് ആ സ്ത്രീക്ക് വൃക്കാവശ്യമാണെന്ന് പറയുമ്പോൾ അയാൾ ഭാര്യ വലിച്ചു മുന്നോട്ട് കൊണ്ടുവന്ന് ഇവരുടെ ഒരേ രക്തഗ്രൂപ്പാണ്, ഇവിടെ വൃക്ക എടുക്കാനായി പറഞ്ഞു.